ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പൂ പോലെയുള്ള പാലപ്പം, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു കരിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഫസ്റ്റിലെ തന്നെ ഈ കരിക്ക് പൊട്ടിച്ച് ഇതിൻ്റെ വെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കരിക്കിൻ്റെ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത്. 2 കപ്പോളം വെള്ളം ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു നുള്ള് മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് കൂടി പോകരുത്. പിന്നീട് വേണ്ടത് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 4 മണിക്കൂറത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല മധുരം നല്ലപോലെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതിൽ 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ ഇഡ്ലി റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കരിക്കിൻ്റെ വെള്ളം, നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ഇട്ട് വെച്ചിരുന്ന കരിക്കിൻ്റെ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ കരിക്കിൻ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ബാക്കിയിരിക്കുന്ന അരിയും അതേപോലെ തന്നെ അരച്ചെടുക്കാം. പിന്നീട് വേണ്ടത് 1/4 കപ്പ് നാളികേരമാണ്. ഞാനിവിടെ 1/2 കപ്പ് നാളികേരവും പിന്നെ കരിക്കിൻ്റെ ഉള്ളിൽ കുറച്ച് കാമ്പുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചേർത്തങ്ങ് അരയ്ക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നല്ലതാണ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 1/4 കപ്പ് നാളികേരവും 1/2 കപ്പ് ചോറും ബാക്കിയിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് അരിയും തേങ്ങയും ചോറും എല്ലാം കൂടി അരച്ചെടുത്ത മിക്സാണിത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫെർമെൻ്റായി വരാനായിട്ട് ഒരു 6 മണിക്കൂറത്തേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നെ പല സ്ഥലത്തും ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മാവ് പുളിക്കുന്ന സമയവും ഡിഫറെൻ്റ് ആയിരിക്കും. ഏകദേശം 4 to 6 മണിക്കൂർ കൊണ്ട് എന്തായാലും നമ്മുടെ മാവ് ഫെർമെൻ്റായി വരും. പിന്നെ അതുപോലെ അരച്ച് വയ്ക്കുമ്പോഴാണെങ്കിലും ഇത് പൊങ്ങി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പാത്രത്തിൽ അടച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത മാവാണ്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മതിയാവും. കണ്ടില്ലേ, ഈ ഒരു ഒരുപാട് വെള്ളമായി പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്കിത് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ എനിക്ക് ഇപ്പോൾ കംപ്ലീറ്റ് മാവ് എടുക്കുന്നില്ല, ആവശ്യത്തിനുള്ള മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പം തയ്യാറാക്കാം. അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലപ്പച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാലപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കണ്ടില്ല ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. ആ ചൂടോടെ തന്നെ ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. 2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിച്ചെടുക്കണം. അതിനുശേഷം അടച്ച് വയ്ക്കാം. ഏകദേശം 1-1.5 മിനിറ്റ് കൊണ്ട് നമ്മുടെ അപ്പം റെഡിയായിട്ട് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പവും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.